Hi dears, how are you all? I hope all are fine. ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടോ? യെസ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അല്ലേ? ഞാനും ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഞാനിവിടെ പറഞ്ഞില്ലേ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയാലോ? യെസ്, ലിസൺ ഹിയർ. I have eaten breakfast already. എങ്ങനെയാ പറയാ? I have eaten breakfast already. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? മലയാളത്തിൽ നമ്മൾ പറയും ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നു എന്ന് പറയില്ലേ? ഇതാണിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയത്. അതായത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്? ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയൽ എങ്ങനെയാണ്? ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ 7 AM. ഞാൻ ഇന്ന് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓക്കെ, ഞാൻ ഇന്ന് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ അയക്കുന്നു എന്ന് കരുതുക കേട്ടോ. സോ ഞാൻ അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റത്തെ സെന്റൻസ് ഞാൻ പറയുമ്പോൾ ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് അത് യൂസ് ചെയ്തത്. അവിടെ ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ടോ, ഒരു ടൈം പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ രണ്ടാമത്തെ സെന്റൻസിൽ ഞാൻ എങ്ങനെയാ പറഞ്ഞത്? ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM എന്നാണ് പറഞ്ഞത്. 7 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് പറഞ്ഞത് അല്ലെ? അവിടെ ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഏത് ടെൻസാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം ഒരു സ്പെഷ്യൽ ടൈമൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ടൈമും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാണ് ഓൾറെഡി പാസ്റ്റിൽ നടന്ന കാര്യമാണ് അല്ലെ? കഴിച്ചു എന്നുള്ളത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണത് അല്ലെ? ഒരു സ്പെസിഫിക് ടൈം പറയാതെ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എന്ന് പറഞ്ഞത് അല്ലെ? വേറൊരു സെന്റൻസ് നോക്കിയാലോ. അവള് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാ കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എങ്ങനെയാ പറയാ? ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്, അത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. ഒരു സ്പെഷ്യൽ ടൈം ഒന്നും പറയാതെയാണ് അവിടെ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നോക്കിയേ, they have won several awards. They have won several awards. അവർക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ, അവിടെ ഉണ്ട് 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 എന്ന എല്ലാ സെന്റൻസിലും ഞാൻ പറയുന്നുണ്ടല്ലോ. ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാസും ഹാവും അല്ലെ? അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനു മുന്നേ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള കാര്യമാണ് അല്ലെ? ഹാസ് ഹാവ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയാനാണ് അല്ലെ? അത് ഇപ്പോൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. ഹാസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ എല്ലാ സിംഗുലർ നൗണിന്റെ കൂടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹാസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് എന്ന അർത്ഥത്തിലും. ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഐ, യു, ദേ, വി എല്ലാ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് നമ്മൾ ഹാവ് ഉണ്ട് എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതായത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ടെൻസിന്റെ, ഒരു ഗ്രാമറിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഭാഷയിൽ പറയാന്ന് പറയില്ലേ, അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാ പറയാ. പ്രസന്റ് പെർഫെക്റ്റ് ആ വേർഡ് തന്നെ നോക്കിയേ. പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെൻസ്. അതായത് അത് പാസ്റ്റിൽ കഴിഞ്ഞത് ഇപ്പോൾ പ്രസന്റിൽ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനത് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്.
ഈ ടെൻസ് ഉണ്ടല്ലോ, ഇത് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും, പല സന്ദർഭങ്ങളിൽ പല സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യും. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാസ്റ്റിൽ കഴിഞ്ഞൊരു കാര്യമാണ്, അതിന്റെ റിസൾട്ട് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല, പാസ്റ്റിൽ കഴിഞ്ഞ് ചില കാര്യങ്ങളുടെ റിസൾട്ട് ഇന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളായിട്ട് വരും അല്ലെ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫോണിലെ പാസ്വേഡ് മറന്നു പോകും അല്ലെ. ഫോണിലെ പാസ്വേഡ് മറന്നു പോയാൽ എന്താ സംഭവിക്കുക? നമുക്ക് പിന്നെ ആ ഫോണ് ലോഗിൻ ചെയ്യാൻ കഴിയോ? ഇല്ല. ഞാനത് ഇംഗ്ലീഷിൽ പറയും, ഐ ഹാവ് ഫോർഗട്ടൻ മൈ പാസ്വേഡ്. ഐ ഹാവ് ഫോർഗട്ടൻ മൈ പാസ്വേഡ്. എൻ്റെ പാസ്വേഡ് ഞാൻ മറന്നിട്ടുണ്ട്. എന്നാ മറന്നത് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്നാണ്, എപ്പോഴാണെന്ന് പറയുന്നില്ല. എപ്പോഴോ ഞാൻ മറന്നിട്ടുണ്ട്. സോ ഐ കാൺട്ട് ലോഗിൻ ഫോൺ. അതുകൊണ്ട് അതിന്റെ റിസൾട്ട് ഇപ്പോൾ ഉണ്ട്. എന്താ? എനിക്ക് എൻ്റെ ഫോൺ ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ല. പണ്ട് നടന്നൊരു സംഭവമാണ്, എന്നാന്നുള്ളത് അറിയില്ല, പക്ഷെ അതിന്റെ റിസൾട്ട് ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ്. വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഷി ഹാസ് ലോസ്റ്റ് ഹെർ കീ. അവൾക്ക് അവളുടെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നൗ ഷി കാൺ ടേക്ക് ഹെർ കാർ. ഇപ്പോൾ അവൾക്ക് അവളുടെ കാർ എടുക്കാൻ പറ്റുന്നില്ല. കീ ഇല്ലാതെ കാർ എടുക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് അത് നഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. എപ്പോഴാണ് നഷ്ടപ്പെട്ടത് ഒന്നും ഇവിടെ പറയുന്നില്ല. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാണ്, ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ. ഐ ഹാവ് ലോസ്റ്റ് മൈ ഫോൺ. എനിക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു. ഫോൺ നഷ്ടപ്പെട്ടാൽ എന്താ? സോ ഐ കാൺട്ട് കോൾ മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ കഴിയുന്നില്ല. ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴോ നഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുകയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സെന്റൻസുകൾ പറയാനും നമ്മൾ യൂസ് ചെയ്യൽ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാട്ടോ. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയും, കുറച്ച് കാലങ്ങളായിട്ട്, ഇപ്പോൾ 2010 മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതേപോലെ എന്താണ്, 5 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ വർഷത്തോളമായി, എത്രത്തോളം, ഹൗ മെനി ഓർ ഹൗ മച്ച് ടൈം എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുക കേട്ടോ. ഐ ഹാവ് വർക്ക് ഇൻ ദിസ് കമ്പനി ഫോർ 3 years. 3 വർഷം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 വർഷം ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. She has lived in Paris for 5 years. അവള് 5 years ഈ പാരീസിൽ താമസിച്ചിട്ടുണ്ട്. അവള് 5 years പാരീസിൽ താമസിച്ചിട്ടുണ്ട്. അതേപോലെ വേറെ നോക്കിയേ. അവന് ഒരു 2010 മുതൽ അവന് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അവന് 2010 മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? He has studied English since 2010. Since 2010. 2010 തൊട്ടിട്ട് അവന് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഞാൻ 3 വർഷം ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? I have worked in this company for 3 years. I have worked in this company for 3 years. ശ്രദ്ധിക്കുക. ഒരു സെന്റൻസിൽ ഞാൻ പറഞ്ഞത് ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് സിൻസ് 2010 എന്നാ പറഞ്ഞത്. സിൻസ് ആണ് യൂസ് ചെയ്തത്. മറ്റേ സെന്റൻസിൽ എന്താണ് പറഞ്ഞത്? ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദിസ് കമ്പനി ഫോർ 3 years എന്നാ പറഞ്ഞത് അല്ലെ. ഒരു സ്ഥലത്ത് ഫോറും ഒരു സ്ഥലത്ത് സിൻസും ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ എവിടെയാണ് ഈ ഫോർ യൂസ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാം, എവിടെയാണ് സിൻസ് യൂസ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് നോക്കാം. സിൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? സിൻസ് 2010 മുതൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സിൻസ് പറയാ. പിന്നെ എന്താ പറയാ, 3 വർഷമായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ 3 years. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു സ്പെസിഫിക് ടൈം പറയാനാണ് നമ്മൾ ഫോർ 2 years, ഫോർ 3 years എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ അത് മുതൽ, ആ ഒരു സമയം മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്തത്.
അപ്പൊ ഇത്രയും സെന്റൻസുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതെന്ന് മനസ്സിലായത്? നമ്മൾ എങ്ങനെയാണ് ഈ സെന്റൻസുകളൊക്കെ ഫോം ചെയ്തത് എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സെന്റൻസുകളും ഒന്ന് നോക്കി ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസിൽ ഞാൻ പറഞ്ഞു ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എന്ന് പറഞ്ഞു അല്ലെ. ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി. സെക്കൻഡ് സെന്റൻസിൽ ഞാൻ പറഞ്ഞു ഷീ ഹാസ് ഫോർഗട്ടൻ ഹെർ ഫോൺ. അവളുടെ ഫോൺ മറന്നു. ഷീ ഹാസ് ഫോർഗട്ടൻ ഹെർ ഫോൺ. തേർഡ് ടൈപ്പ് ഓഫ് സെന്റൻസിൽ ഞാൻ പറഞ്ഞു ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദിസ് കമ്പനി ഫോർ 2 years എന്ന് പറഞ്ഞു അല്ലെ. ഈ 3 സെന്റൻസിലും ഫസ്റ്റ് വന്നിരിക്കുന്നത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നത് കണ്ടോ. അപ്പൊ ആദ്യം സബ്ജക്റ്റ് ആണ് വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. രണ്ടാമത് വന്നിരിക്കുന്നത് നോക്കിയേ, ചില സെന്റൻസിൽ ഹാസ് എന്നും ചില സെന്റൻസിൽ ഹാവ് എന്നും ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഹാസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞു ഷീ ഹി ഇറ്റിന്റെ ഒക്കെ കൂടെ ഹാസും ഐ യു ദേ വീന്റെ കൂടെ ഹാവും യൂസ് ചെയ്യും. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ്. ഇനി മൂന്നാമത് യൂസ് ചെയ്തത് നോക്കിയേ, ഫസ്റ്റ് സെന്റൻസിൽ നമ്മള് ഈറ്റൻ എന്നുള്ള വേർബ്, സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ ഫോർഗട്ടൻ എന്നുള്ള വേർബ്, തേർഡ് സെന്റൻസിൽ നമ്മൾ വർക്ക്ഡ് എന്നുള്ള വേർബാണ് യൂസ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസിൽ ഈറ്റൻ എന്ന് പറയുന്നത് വേർബിന്റെ എത്രാമത്തെ ഫോമാ? V3 മൂന്നാമത്തെ ഫോമാണ്. ഈറ്റ് എയ്റ്റ് ഈറ്റൻ മൂന്നാമത്തെ ഫോമാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഫോർഗട്ടൻ പറഞ്ഞില്ലേ, ഫോർഗെറ്റ് ഫോർഗോട്ട് ഫോർഗട്ടൻ മൂന്നാമത്തെ ഫോമാണ്. തേർഡ് സെന്റൻസിലോ വർക്ക് വർക്ക്ഡ് മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമാറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സുകളാണ് എവർ, നെവർ, ഓൾറെഡി, ജസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഷീ ഹാസ് എവർ ട്രാവൽഡ് അലോൺ. ഷീ ഹാസ് കഴിഞ്ഞിട്ട് എവർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ട്രാവൽഡ് എന്നുള്ള V3 ഫോമാണ്. പിന്നെ നെവർ വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കി, ഐ ഹാവ് നെവർ ഈറ്റൻ പിസ്സ ബിഫോർ. ഞാൻ മുമ്പ് പിസ്സ കഴിച്ചിട്ടില്ല. ഐ ഹാവ് നെവർ, ഹാവ് കഴിഞ്ഞിട്ട് നെവർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈറ്റൻ എന്നാണ് പറഞ്ഞത് അല്ലെ. ഐ ഹാവ് നെവർ ഈറ്റൻ എന്നാണ് പറഞ്ഞത്. ഹാവ് പ്ലസ് V3 ഫോം തന്നെയാണ്, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു നെവർ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ഈ നെവറും എവറെല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടെൻസിന്റെ വലിയൊരു ഭാഗം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ടെൻസ് ആണ്, ഗ്രാമർ ആണ് എന്നുള്ള ടെൻഷൻ വെച്ചിട്ടൊന്നും ആരും പഠിക്കേണ്ട. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസ്, ഓരോ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെന്റൻസുകളൊക്കെ അതിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു നോക്കുക. അപ്പം നമുക്ക് എല്ലാം ഈസി ആയിരിക്കും. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.